പഴയ വിദ്യാഭ്യാസ രീതി മാറി അല്ലേ. ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു 80-85 ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള കാലഘട്ടം, എന്തായാലും ഒരു 90-കൾ ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ 2000-ന് മുമ്പ് അല്ലേ. ആ ഒരു സമയത്തിന് അങ്ങനെ ഓരോ വർഷം പറയുമ്പോഴും അതിനനുസരിച്ച് പുറകോട്ട് നമുക്കൊരു പറയാം 2000 എന്നുള്ളൊരു കാലയളവ്. ആ കാലയളവിന് മുമ്പ് ഉള്ള വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരുന്നു? എപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്കൊരു മാറ്റം വന്നത് അല്ലേ? പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയല്ലായിരുന്നു നല്ലത്. ഈ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്തിയതോടുകൂടിയല്ലേ ഈ കുട്ടികളുടെയൊക്കെ സ്വഭാവത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. എനിക്കുറപ്പാണ് അതേന്ന് തന്നെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, കുട്ടികളാരും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഇപ്പോഴത്തെ. കാരണം എല്ലാവർക്കും അറിയാം ഞങ്ങൾ ജയിക്കും. അപ്പോൾ അത് നമ്മളിപ്പം കുട്ടികളോട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഞങ്ങൾ ജയിച്ചാൽ പോരെ എന്നാണ് കുട്ടികൾ പറയുന്നത്. രക്ഷിതാക്കൾ നോക്കുമ്പോൾ അവർ ജയിക്കുന്നുണ്ട്, ശരിയാണ്, എല്ലാവരും ജയിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞിലെ കുട്ടികൾക്ക്, ഇപ്പം ഞാനാണെങ്കിൽ ഇവൾക്ക് ABCD ഒരു ഇതുണ്ട്, അത് ഞാനിങ്ങനെ കൊടുക്കും, അവൾ കറക്റ്റായിട്ട് ആ കോളം ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അവളെ കുഞ്ഞിലെ തൊട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് തിരിച്ച് പറയിപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ശീലിച്ചതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞാലും അത് തന്നെ എന്നോട് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ കേട്ട് പഠിച്ചിട്ടാണ് വരുന്നത് ഇല്ലേ. കുഞ്ഞിലേ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അത് പറയിപ്പിക്കും, ഇത് പറയിപ്പിക്കും. ചിലരാണെങ്കിൽ കുത്തി നിറയ്ക്കുന്ന രീതിയിലാണ് എല്ലാം ഓരോന്നോരോന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇപ്പം GK ആണെങ്കിൽ തന്നെ അതെന്താണ് ഇതെന്താണ് കുഞ്ഞിലേ അങ്ങ് ഭയങ്കര പഠിപ്പിക്കലാണ്. അച്ഛനും അമ്മയും എല്ലാവരും മാറിയും കയറിയെന്ന് പഠിപ്പിക്കലാണ്. പക്ഷെ അത് കൊച്ചിലെ മാത്രമേ ഉള്ളൂ. ആ കുട്ടികൾ വളർന്ന് വലുതായി സ്കൂൾ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ശ്രദ്ധ കുറഞ്ഞു വരും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം പിന്നീട് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അവർക്ക് ഇനിയിപ്പം പഠിച്ചോളൂ. പക്ഷേ കുഞ്ഞിലെ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ പിന്നീടും പഠിത്ത കാര്യത്തിൽ ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി കുട്ടികളെ ഒന്ന് വളർത്തി നോക്കുക, എങ്ങനെ ആവുമോ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റുണ്ട്, ആ രീതിയിൽ ഞാൻ അവളോട് പെരുമാറാറുള്ളത്. അവളെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അവളെക്കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ഒരു രീതിയിൽ വേണം. അതല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്തു കൊടുക്കുക. അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പ്രായത്തിൽ, അതൊക്കെ അവൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഉടുപ്പെടുക്കാനാണെങ്കിൽ ഏത് ഉടുപ്പാണ് വേണമെന്ന് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരും. അവൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പെടുത്തുകൊണ്ട് വരട്ടെ. കഴിഞ്ഞ ദിവസം ഒരു നിയമത്തിനെക്കുറിച്ചുള്ള ക്ലാസ്സിനെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കുട്ടികളുടെ അവകാശമാണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അവരുടെ ജീവിതമാണ്, അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള താല്പര്യങ്ങൾ എന്താണ്, അവരുടെ അഭിപ്രായം എന്താണ് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതുടുപ്പാണ് വേണ്ടതെന്ന് ചോദിക്കും. അവളെടുത്ത് തരുന്ന ഉടുപ്പ് ഞാൻ ഇടിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പം വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വച്ചേക്കുവാണെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കും, ഗ്ലാസ് എന്തേ ഇങ്ങെടുത്തോണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ ഗ്ലാസ് എടുത്ത് ഞാൻ നിൽക്കുന്നിടത്ത് കൊണ്ട് തന്നെ തരും. പല്ല് തേക്കാൻ ഞാൻ ബ്രഷൊക്കെ കഴുകിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ഞാൻ കാര്യം പറയും, ഡോക്ടർ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് പല്ല് തേക്കണം, 2 നേരം പല്ല് തേക്കണം. ഞാൻ 2 നേരം പല്ല് തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവളെ ആ ഒരു രീതിയിൽ, പക്ഷേ വൈകുന്നേരം തേക്കാൻ സമ്മതിക്കില്ല. പക്ഷേ അത് ഞാൻ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കും. കാരണം ഇപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം ഇവർക്ക് ഈ പല്ലെല്ലാം പോയിട്ട് വേറൊരു പല്ല് വരും. അപ്പോൾ എന്ന് കരുതി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തനിയെ മനസ്സിലാക്കി കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരും. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നത് സമ്മതമാണ്, അല്ലെങ്കിൽ സമ്മതമല്ല. ഒരു പക്ഷേ എനിക്കറിയാം, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതിൽ
അപ്പം നമുക്കാരെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് തരുന്നു എന്ന് വിചാരിക്കാം. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടേതായിട്ടുള്ള രീതിയിൽ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോണയിലൊക്കെ കൊള്ളാനും നോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഞാൻ അവളുടെ പല്ല് തേച്ച് കൊടുക്കുമ്പോൾ അവൾക്ക് അവിടെ മുട്ടുന്നുണ്ടായിരിക്കും, ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പം ഞാൻ കൊടുത്തിട്ട് ഞാനൊരു പാട്ടങ്ങോട്ട് പാടുന്നില്ല. ഞാൻ പറയും, ഡോക്ടർ ആൻറ്റി പറഞ്ഞിട്ടുണ്ട് പല്ല് ചീത്തയായി പോവും, അങ്ങനെയാണ്, പുഴു വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ ഇങ്ങോട്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വന്ന് ചില ദിവസങ്ങളിൽ നമ്മൾ ബ്രഷ് കൊണ്ട് കൊടുത്താൽ തന്നെ പല്ല് തേക്കും. ചില ദിവസങ്ങളിൽ ബ്രഷ് എന്തേന്ന് ചോദിച്ചുകൊണ്ട് വരും, ബ്രഷ് അപ്പോൾ നമ്മൾ കൊടുത്താൽ മതി, പല്ല് തേക്കും. നന്നായി കുറേ നേരമൊക്കെ ഇട്ട് കാര്യമായിട്ടൊക്കെ ഞാൻ അകത്തോട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അതുപോലൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ന് എൻ്റെ കൈ കൊണ്ട് ബ്രഷ് കൊണ്ട് തരും. അപ്പം ഞാൻ വായൊക്കെ ഒന്ന് റെഡിയാക്കി, കഴുകി ഇങ്ങനെ തുപ്പാനൊന്നും അവർക്ക് അറിയില്ലല്ലോ, ഇപ്പോഴത്തെ ചെറിയ പ്രായമല്ലേ. അപ്പം ഞാനതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആക്കും. എന്നിട്ടാണ് എല്ലാം കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവളുടേതായിട്ടുള്ള രീതി അവളും ശീലിക്കണം ചില കാര്യങ്ങൾ. പിന്നെ പഠിത്തം എന്ന് പറയുമ്പോൾ കുഞ്ഞിലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ മുതിർന്ന ഓരോ പ്രായത്തിലും ഓരോ ക്ലാസ്സിലെത്തുമ്പോഴും നമ്മൾ പഠിത്തത്തിൽ അതുപോലെ ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് ജോലി ഉണ്ടെങ്കിലും കുഞ്ഞിലെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വലുതാകുമ്പോഴും സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം വിദ്യാഭ്യാസ രീതി മാറി. ഇപ്പം ബോധോദയമൊക്കെ ഉണ്ടായിട്ട് വീണ്ടും പഴയ രീതിയിലൊക്കെ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാവും എന്നറിയത്തില്ല. പക്ഷെ പഴയ രീതി മതി എന്തായാലും. ഏത് മുതിർന്ന ആളുകളോടും ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല, പഴയത് തന്നെയായിരുന്നു നല്ലത്. തോൽവിയെ ഭയപ്പെട്ടെങ്കിലും കുട്ടികൾ പഠിക്കും. എല്ലാവരും പറയുന്നത് അത് കുട്ടികൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകും, അവർക്ക് ഭയം ഉണ്ടാകും, ജയിക്കുമോ, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെയാണ്. പണ്ട് പഠിക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ തോറ്റുപോയതിൻ്റെയും പേരിലായിരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തിൻ്റെ പേരിലാണ് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യാതിരുന്നാലും എന്താ, അവർ നശിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഒരു വശത്തുകൂടി. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. പണ്ടൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പോവുക, വരിക, ട്യൂഷനുണ്ട്, സമയമില്ല ഒന്നിനും. ശനി ഞായറൊക്കെ ട്യൂഷൻ. ഇപ്പോഴും അതുപോലെ ട്യൂഷൻ വല്ലതും ഉണ്ടോ? സ്കൂളിലെ ടീച്ചറിനെ പേടിയില്ലെങ്കിലും ട്യൂഷനിലെ ടീച്ചറിനെ സാറിനെയൊക്കെ പേടിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കും. രക്ഷിതാക്കൾ കുട്ടികളെ ഏൽപ്പിക്കുകയാണ് അധ്യാപകരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴോ വടിയെടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മക്കൾ അവരുടെ വഴിക്ക് പോവുകയാണ്. നല്ല വിദ്യാഭ്യാസം വേണം. പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട്, തങ്ങളുടെ മക്കൾ നല്ലതായിട്ട് വളരണം, വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം നേടണം എന്ന് കരുതി വളർത്തുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ചില കുട്ടികളും അങ്ങനത്തെ ഒരു വിഭാഗത്തിലുണ്ട്. എനിക്ക് പഠിക്കണം, എനിക്ക് നല്ലൊരു ജോലി വാങ്ങിക്കണം, എൻ്റെ വീടിനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരണം, എനിക്ക് അനിയന്മാരും അനിയത്തിമാരും ഉണ്ട്, അവർക്ക് ഞാനൊരു താങ്ങും തണലും ആവണം എന്ന ലക്ഷ്യത്തോടുകൂടി എത്രയോ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കഷ്ടപ്പാടില്ല മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കഷ്ടപ്പാട് എന്താണ്? പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ കുട്ടികൾക്കും. പണ്ടൊക്കെ എല്ലാവർക്കും വളരെ മോശം അവസ്ഥയിലൊക്കെയാണ് എല്ലാവരും ജീവിച്ചുകൊണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഫോണുണ്ട്. ഇതവിടെ ഫുട്ബോൾ കളിക്കാൻ വരും, എല്ലാവർക്കും ഫോണുണ്ട്. ഞാനവർക്ക് ഇവർക്ക് ആരും ഫോൺ വാങ്ങിച്ചു കൊടുക്കും? ഇത്രയും വിലയുള്ള ഫോണൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്താണ് അവർക്കതുണ്ട്? എന്നിട്ട് അവിടെ വന്ന് ഫോണിൽ എന്തൊക്കെയോ എല്ലാവരും ഇവിടെ കാണുകയാണ്, അവർ എൻജോയ് ചെയ്യുകയാണ്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറി, അതിനനുസരിച്ച് പോകുന്നു. പിന്നെ ഇതൊക്കെ ഞാനീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഏതെങ്കിലുമൊക്കെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്ത ഉണ്ടാകുന്നെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. അതല്ലേ നമുക്ക് പറ്റുള്ളൂ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഞാനീ പറയുന്നത് മുഴുവൻ എൻ്റെ ഇത്രയും വർഷത്തെ ആ ഒരു പരിചയം, കുട്ടികളെ പഠിപ്പിച്ചതിലുള്ള ആ ഒരു പരിചയം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു ക്ലാസ് ഇവിടെ ഈ നാട്ടിൽ നടത്തണം എന്നുള്ള രീതിയിലാണ്.
വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ട്യൂഷനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ആ ക്ലാസ്സിൽ പിന്നെ രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ നല്ലത് ചിന്തിച്ച് ആരുടെയെങ്കിലുമൊക്കെ മക്കൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കുട്ടികൾ താഴേക്ക് പോകാതെ ഉയരത്തിലേക്ക് വരട്ടെ. ഈ ലഹരിയും മറ്റും കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, കുട്ടികളുടെ പുറകെ മിഠായികളിൽ വരെ ലഹരി ചേർത്തിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരെല്ലാവരെയും കൂടെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടിട്ട് ഈ തെരുവ് നായ്ക്കളുണ്ടല്ലോ കടിച്ച് കീറാനായിട്ട് നീങ്ങുന്നത്, അതുങ്ങളെയും കൂടെ പറഞ്ഞു വിടുക. ഇവർ രണ്ടുപേരും ഒരേപോലത്തെ ജോലിയാണ് ചെയ്യുന്നത് അല്ലേ. അതുങ്ങൾ രണ്ട് കൂട്ടരോട് അങ്ങോട്ട് വളരട്ടെ എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കും. അത് കടിച്ച് കീറണം. അതായത് ഈ പുതിയ തലമുറ ഓരോ കുഞ്ഞു കുട്ടികളെ പോലും ഈ മിഠായി കൊടുത്തിട്ട് വരെ അതുങ്ങളെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന, ഈ ലഹരിക്ക് അടിമയാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യരും ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കണ്ട. ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് ഇവർക്ക്? ഇവരുടെയൊക്കെ കുട്ടികൾ ഈ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മാത്രമേ അവർക്ക് ബോധം ഉണ്ടാകത്തില്ല. ചിലർക്ക് അതും ബോധം ഉണ്ടാകത്തില്ല. എല്ലാവർക്കും കുറേ പണം ഇത് മാത്രമേ ഉള്ളൂ ചിന്ത. എങ്ങനെയെങ്കിലും കുറേ പണം ഉണ്ടാക്കണം, സുഖമായിട്ട് ജീവിക്കണം. അതിപ്പോൾ ആരെ ഇല്ലാണ്ടാക്കിയാലും ആർക്ക് ദ്രോഹം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിലേക്ക് ചിന്തകൾ മാറിയിരിക്കുന്നു. ശരിയല്ലേ?